വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇഫ്താറിന് സ്പെഷ്യലായിട്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ. നമ്മൾ തണ്ണിമത്തം വെച്ചിട്ട് നല്ല കളർഫുൾ ഡ്രിങ്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസ് തണ്ണിമത്തൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മുഴുവനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊരു തവി വെച്ചിട്ടോ ടീസ്പൂൺ വെച്ചിട്ടോ അതൊന്ന് കുത്തി ഉടച്ച് കൊടുക്കാം. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു മോൾഡിൽ വെച്ചിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്, ഒരു വെറൈറ്റി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. നമ്മളിത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് തണ്ണിമത്തൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നല്ല തണുത്ത പാല്, തിളപ്പിച്ചിട്ടൊന്നുമില്ല, നല്ല തണുത്ത പാല് ഡയറക്റ്റ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല കളർഫുൾ ഡ്രിങ്കാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇത് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടായത് കൊണ്ടാണ് ഞാൻ 1.5 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾ എത്ര എടുക്കണോ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ഇട്ടതിന് ശേഷം. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായി ചേർക്കുന്നത് കുറച്ച് ഐസ് ക്യൂബാണ്. കുറച്ചധികം തന്നെ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഡ്രിങ്ക് ഇവിടെ റെഡിയായി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.